പെരുമ്പാവൂർ ഓടക്കാലി അശമനൂർ പഞ്ചായത്തിൽ 5 വർഷമായി വിജയകരമായി പ്രവർത്തിക്കുന്ന മേഘമാലി ഫാമിലാണ് ഗ്രാമങ്ങൾ തേടി എന്ന പ്രോഗ്രാമിലൂടെ ഞങ്ങൾ എത്തിയത്. 25ഓളം പശുക്കൾ വീടുകളിലേക്കും ഹോട്ടലുകളിലേക്കുമായി 200 ലിറ്ററിലധികം പാൽ ദിവസേന വിൽപ്പന നടത്തുന്നു. ഓടക്കാലിയിലും പെരുമ്പാവൂരിലുമാണ് പാൽ വിൽപ്പന നടത്തുന്നത്. ആവശ്യക്കാർക്ക് വീടുകളിൽ പാൽ എത്തിച്ചു നൽകുന്നതുമാണ്. ഗുണനിലവാരമുള്ള പാലിന് മാത്രമല്ല, ശുദ്ധമായ തൈര്, നെയ്യ് എന്നിവയ്ക്കും ആവശ്യക്കാർ ഏറെയാണ്. മെഷീനറികളുടെ സഹായത്തോടെയാണ് കറവ. ചോളവും പുല്ലും സൈലേജുമാണ് പശുക്കൾക്ക് നൽകുന്നത്. ഫാമിനടുത്ത് സൂപ്പർ നേപ്പിയർ, റെഡ് നേപ്പിയർ പുല്ലുകൾ തഴച്ചു വളർന്നു നിൽക്കുന്നതും കാണാം. ഷിജി ഡേവിഡ്, സജു പോൾ എന്നിവരുടെ ഉടമസ്ഥതയിലാണ് ഫാം. മക്കളായ പോൾ, തോമസ് എന്നിവരും കസിനായ പീറ്റർ ജേക്കബും സഹായത്തിനൊപ്പമുണ്ട്. പെരുമ്പാവൂർ ഓടക്കാലി അശമനൂർ പഞ്ചായത്തിലെ മേഘമാലി ഫാംസിലാണ് ഞാനിപ്പോഴുള്ളത്. ഇവിടെ നിരവധി പശുക്കളാണുള്ളത്. ഒരുപാട് പശുക്കൾ വിവിധ തരത്തിലുള്ളത്. അതുപോലെ തന്നെ ഇവിടെ പാല് കൊടുക്കാനുള്ള സൗകര്യങ്ങളെല്ലാം ഉണ്ട്. ഈ ഫാമിൻ്റെ പ്രൊപ്പറേറ്ററായിട്ടുള്ള ഷീചേച്ചി നമ്മളോടൊപ്പം ഉണ്ട്. കൂടുതൽ വിവരങ്ങൾ നമുക്ക് ഷീചേച്ചിയോട് ചോദിക്കാം. ഏകദേശം എത്രത്തോളം പശുക്കൾ ഈ ഫാമിൽ ഉണ്ടാവും? അത് ഏതൊക്കെ ടൈപ്പ് പശുക്കളാണ്? 25 പശുക്കളോളമുണ്ട്. അത് ജേഴ്സി HF, പിന്നെ ജേഴ്സി HF ക്രോസ്, അങ്ങനെ 3 തരത്തിലുണ്ട്. പിന്നെ നാടൻ ഇനമായ സഹിവാള് ഗീർ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതിന് പാലില്ല. അങ്ങനെ അത്രയും പശുക്കളാണ് നിലവിലുള്ളത്. എത്ര ലിറ്റർ പാൽ ഒരു ദിവസം ഏകദേശം കിട്ടും? അതെങ്ങനെയാണ് കൊടുക്കുന്നത്? കടകളിലേക്കാണോ വീടുകളിലേക്കാണോ? എങ്ങനെയത്? 200 ലിറ്ററോളം പാലുണ്ട് രാവിലെയും വൈകിട്ടുമായിട്ട്. പിന്നെ ഞങ്ങൾ കൊടുക്കുന്ന ഹോം ഡെലിവറി ചെയ്ത് കൊടുക്കുന്നത് പെരുമ്പാവൂർ. രാവിലത്തെ പാല് പെരുമ്പാവൂർ, പിന്നെ കുറച്ച് ഹോട്ടലുകളിൽ കൊടുക്കുന്നുണ്ട്. വൈകിട്ടത്തെ പാല് പെരുമ്പാവൂരും കൊടുക്കുന്നുണ്ട്, ഞങ്ങളുടെ പഞ്ചായത്തിലും കൊടുക്കുന്നുണ്ട്. കുറച്ച് പാലേ വൈകിട്ട് പെരുമ്പാവൂർ കൊടുക്കുന്നുള്ളൂ. ഹോം ഡെലിവറി ചെയ്ത് കൊടുക്കുകയാണ്. എല്ലാവർക്കും എൻ്റെ കയ്യിൽ നിന്ന് നല്ല റെസ്പോൺസാണ്. അത് തന്നെ. കുറച്ച് പാല് മാത്രമാണോ അതോ മോരോ അങ്ങനെയൊക്കെ? പാലിൻ്റെ ഉൽപ്പന്നങ്ങൾ, തൈര്, മോര് ചെയ്യുന്നില്ല, ഇനി ചെയ്തു തുടങ്ങണം. സംഭാരം ചെയ്യാം എന്നുള്ള വിചാരിച്ചിരിക്കുന്നു. പിന്നെ നെയ്യ് കൊടുക്കുന്നുണ്ട്. ഇതിന് ഈ തീറ്റയും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഞങ്ങളധികവും പുല്ലാണ് കൊടുക്കുന്നത്. അതായത് സൂപ്പർ നേപ്പിയർ, റെഡ് നേപ്പിയർ പുല്ല് ഞങ്ങൾ കൃഷി ചെയ്യുന്നുണ്ട്, അത് കൊടുക്കും. പിന്നെ തെയ്യാതെ വരുമ്പോൾ ചോളം വാങ്ങിച്ചു കൊടുക്കും. പിന്നെ വാഴ, നമ്മുടെ ചുറ്റുവട്ടത്തുള്ള പുല്ലുകൾ മുറിച്ച് കൊടുക്കാറുണ്ട്. പിന്നെ ഫീഡ് കൊടുക്കും പശുക്കൾക്ക്. ഫീഡ് കുറച്ചേ കൊടുക്കുന്നുള്ളൂ. പുല്ലും ചോളമൊക്കെ കൂടുതലും കൊടുത്താണ് പാൽ ഉൽപ്പാദിപ്പിക്കുന്നത്. ഇത്രത്തോളം പശുക്കളും കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ ഈ ചാണകവും കാര്യങ്ങളൊക്കെ എന്താ ചെയ്യണേ? എങ്ങനെ ഉപയോഗിക്കണേ? അത് ചാണകം ഞങ്ങൾ ഷെഡ് കെട്ടി അതിലിട്ട് ഉണക്കി, അതായത് ഷെയ്ഡിൽ ഉണക്കി പൊടിച്ച് ചാണക പൊടിയായിട്ട് കൊടുക്കുന്നുണ്ട്. 1 കിലോയ്ക്ക് 10 രൂപ നിരക്കിലാണ് പൊടി കൊടുക്കുന്നത്. അല്ലാതെ ഞങ്ങൾ പൊടിക്കാതെ ആവശ്യക്കാർ വന്നാൽ ഒരു ചാക്കിന് 350 രൂപ നിരക്കിൽ കൊടുക്കും. ചേച്ചിയുടെ തന്നെ ഒരു ഫാം കോതമംഗലത്ത്, നമ്മുടെ നേരിമംഗലം തൂക്കുപാലത്തിന് സമീപത്തായിട്ടുണ്ട്. ഇനി നമുക്ക് അവിടേക്ക് പോകാം, അവിടുത്തെ വിശേഷങ്ങളിലേക്ക്. കോതമംഗലത്ത് നിന്നും നേര്യമംഗലം വഴി ഇഞ്ചത്തൊട്ടി തൂക്കുപാലത്തിനടുത്ത് സ്ഥിതി ചെയ്യുന്ന ഇവരുടെ തന്നെ മറ്റൊരു ഫാമിലേക്കായിരുന്നു ഞങ്ങളുടെ അടുത്ത യാത്ര. കോതമംഗലം മൂന്നാർ റൂട്ടിൽ കുട്ടമ്പുഴ പഞ്ചായത്തിൽ മനോഹരമായൊരു ഫാമുണ്ട്. ആ ഫാമിലേക്കുള്ള യാത്രയിലാണ് ഞാനിപ്പോൾ. പ്രകൃതി രമണീയമായ ഒരു അന്തരീക്ഷത്തിൽ 3 ഏക്കറിലാണ് ഈ ഫാം സ്ഥിതി ചെയ്യുന്നത്. ശരിക്കും നഗരത്തിലെ തിരക്കുകളിൽ നിന്നെല്ലാം ഒരു ആശ്വാസമായിട്ട് ഇവിടെ വരുന്ന ടൂറിസ്റ്റുകൾക്കെല്ലാം ഈ ഒരു ഫാം വളരെ വേറിട്ടു നിൽക്കുന്നു എന്നാണ് പറയുന്നത്. മെയിൻ റോഡിൽ നിന്നും 8 കിലോമീറ്റർ ദൂരത്തുള്ള ഫാമിലേക്ക് പോകുന്ന വഴി ചെറിയ അരുവികളും കാട്ടിനുള്ളിൽ നിന്ന് തലപൊക്കി നോക്കുന്ന കുരങ്ങന്മാരും കണ്ണിൽപ്പെട്ടു.
കേരളത്തിലെ തന്നെ ഏറ്റവും നീളം കൂടിയ തൂക്കുപാലമാണ് ഇഞ്ചത്തൊട്ടി തൂക്കുപാലം. ധാരാളം ടൂറിസ്റ്റുകളാണ് ഇവിടേക്ക് ഈ ഒരു തൂക്കുപാലം സന്ദർശിക്കുവാൻ വേണ്ടിയിട്ട് എത്തുന്നത്. ഇതിന് അടുത്ത് തന്നെയാണ് മനോഹരമായ ഫാം. ഫാം സ്ഥിതി ചെയ്യുന്ന 3 ഏക്കർ സ്ഥലവും ചുറ്റുമുള്ള പ്രദേശങ്ങളും മനോഹരമായ കാഴ്ചകളാണ് സമ്മാനിച്ചത്. വ്യത്യസ്ത തരത്തിലുള്ള ഒരുപാട് ആടുകളെ നമുക്കിവിടെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇതിൽ ഗുലാബി എന്ന് പറയുന്നത് പണ്ട് രാജാക്കന്മാരൊക്കെ പെറ്റായിട്ട് വളർത്തിയിരുന്ന ഒരു ആടാണ്. അതിന് കൂടുതൽ പാല് കിട്ടുമെന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. പിന്നെ ബോയറിന് കൂടുതൽ പ്രാധാന്യം ഇറച്ചിക്കാണ്, നല്ല തൂക്കം കിട്ടുന്നത് കൊണ്ട് തന്നെ. പിന്നെ മലബാർ ക്രോസ്, അങ്ങനെ ഒരുപാട് ആടുകളുടെ വലിയൊരു ശേഖരം തന്നെ ഇവിടെ കാണാം. ഒത്തിരി ആടുകളുണ്ട്. ഇതിൻ്റെ ഒന്നും പാല് സെയിൽ ഇവർ നടത്തുന്നില്ല. കാരണം കുട്ടികളുടെ ഈ ആട്ടും കുഞ്ഞുങ്ങളുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് പാലുകൾ കുട്ടികൾ തന്നെ കുടിക്കുകയാണ്. എന്നിട്ട് കുഞ്ഞുങ്ങളെയാണ് ഇവിടെ വിൽപ്പന നടത്തുന്നത്. ഇതിൻ്റെ ഉടമ ഷിജി ചേച്ചി നമ്മളോടൊപ്പം ഉണ്ട്. ഇനി കൂടുതൽ വിവരങ്ങൾ നമുക്ക് ഷിജി ചേച്ചിയോട് ചോദിക്കാം. ഇതിപ്പോൾ എത്ര ടൈപ്പ് ആടുകളുണ്ട്? ഇവിടെ 3 ടൈപ്പാണ്. ഗുലാബി, ബോയർ, മലബാറി ക്രോസ് ഉണ്ട്, ബോയർ ക്രോസും ഉണ്ട്. പിന്നെ ഞങ്ങളിത് ആടുകളെ മുഴുവൻ കാട്ടിൽ അഴിച്ചു വിട്ടാണ് വളർത്തുന്നത്. അപ്പോൾ നമ്മുടെ കാട്ടിലെ നല്ല ഔഷധ ഗുണമുള്ള ഇലകളൊക്കെ കഴിച്ച് നല്ല ആരോഗ്യമുള്ള കുട്ടികളെ സെയിൽ ചെയ്യുക എന്നുള്ള രീതിയാണ് ഞങ്ങൾ ചെയ്യുന്നത്. പാല് കൊടുക്കുന്നില്ല, കുട്ടികൾക്ക് കുടിക്കാൻ വേണ്ടി മാത്രമാണ് ചെയ്യുന്നത്. പിന്നെ ഇവിടെ ഇത് നോക്കാനായിട്ടൊരു ചേച്ചിയും ചേട്ടനുണ്ട്, അവരാണിത് നോക്കുന്നത്. ഇത് ഇഞ്ചത്തൊട്ടി തൂക്കുപാലത്തിനോട് ചേർന്ന് കാട്ടിൽ, അത് കാടാണ് ബൗണ്ടറി, അതിൽ അഴിച്ചു വിട്ടാണ് വളർത്തുന്നത്. ഓടിപ്പോകുന്നില്ല? ഇല്ല, നമ്മൾ സ്ഥിരം ഇങ്ങനെ ശീലിപ്പിച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല. അവർ പോവുക, വരിക, തിരിച്ചു വരിക, അങ്ങനെ ചെയ്യും. ബോയറിനത്തിൽപ്പെട്ട ആടുകൾ ശരിക്കും അതിൻ്റെ ഇണക്കമുണ്ടോ? എങ്ങനെ അതിൻ്റെ പ്രത്യേകത? ആടുകളെല്ലാം നമ്മൾ സ്നേഹിക്കുന്നത് എങ്ങനെയാണ് അതുപോലെ തിരിച്ച് മൃഗങ്ങളെല്ലാം അങ്ങനെയാണ്, അതുപോലെ സ്നേഹിച്ചോളും. ബോയർ നന്നായിട്ട് തൂക്കം വയ്ക്കും. അതിൻ്റെ മെയിലൊക്കെ ആണെങ്കിൽ നല്ല വെയിറ്റ് വെച്ചൊരു 100 കിലോയിൽ മേളിൽ വരും. ഗുലാബി നമുക്കൊരു കാണാനൊരു ഭംഗിയുണ്ട്, പിന്നെ പാല് കൂടുതൽ കിട്ടും, അങ്ങനെയാണ്. ബോയർ, മലബാർ ക്രോസ്, വൈറ്റ് ഗുലാബി, മലബാറി തുടങ്ങി വ്യത്യസ്ത ഇനം ആടുകൾ. പണ്ടത്തെ രാജാക്കന്മാർ പെറ്റായിട്ട് ഓമനിച്ച് വളർത്തിയിരുന്ന ഗുലാബി ആടുകൾ പാല് കൂടുതലുള്ളതും ഇണക്കമുള്ളതുമാണ്. ബോയർ ആടുകൾക്ക് കൂടുതൽ തൂക്കം വയ്ക്കുന്നതിനാൽ ഇവയെ ഇറച്ചിക്കായി ഉപയോഗിക്കുന്നു. ആട്ടിൻകുട്ടികളുടെ ആരോഗ്യം കണക്കിലെടുത്ത് ആടിന്റെ പാൽ വിൽപ്പന നടത്താതെ ആട്ടിൻകുട്ടികൾ കുടിക്കുകയാണ്. ആരോഗ്യമുള്ള കുഞ്ഞുങ്ങളെ വിൽപ്പന നടത്തുക എന്നതാണ് ഉദ്ദേശം. വെച്ചൂർ, കുട്ടമ്പുഴ കുള്ളൻ എന്നീ പശുക്കളിൽ അന്യം നിന്നു പോകുന്ന ബ്രീഡാണ് കുട്ടമ്പുഴ കുള്ളൻ. പഴയ കാലത്തെ പോലെ തന്നെ കാട്ടിൽ അഴിച്ചുവിട്ടാണ് പശുക്കളെയും ആടുകളെയും എല്ലാം വളർത്തുന്നത്. 3 ഏക്കറിൽ അതിമനോഹരമായ 3 ഏക്കറിൽ മനോഹരമായൊരു ഫാമാണ്. ഇവിടെ അടുത്തുള്ള ടൂറിസ്റ്റ് പ്ലേസുകളെല്ലാം വരുന്നവർ ഈ ഫാമും വിസിറ്റ് ചെയ്യുന്നുണ്ട്. അത്രയ്ക്ക് മനോഹരമായ കാഴ്ചകളാണ് ഇവിടെ കാണുവാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. ഇത് കുട്ടമ്പുഴ കുള്ളൻ എന്ന് പറഞ്ഞ പശുക്കളാണ്. അത് ഇങ്ങനെ അഴിച്ചു വിട്ടേക്കാണ്. അതിനെ ഈ ചേട്ടനാണ് അതിൻ്റെ കൂടെ പശുവിൻ്റെ കൂടെ മേയ്ക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. പിന്നെ ഇവർ കസിൻസ് അവരിടയ്ക്ക് വന്ന് നോക്കും. പിന്നെ ജേക്കബ് സാർ അതിന് മേൽനോട്ടം കൊടുക്കുന്നുണ്ട്. ഷീ ചേച്ചിയുടെ മോന്, അതുപോലെ തന്നെ ചേട്ടനും ഇവിടുത്തെ തന്നെ നടത്തിപ്പുകാരനാണ്. ഈ കുട്ടമ്പുഴ കുള്ളൻ എന്ന് പറഞ്ഞ പശു, അത് പേര് തന്നെ ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നതാണ്. അതിൻ്റെ ഒരു പ്രത്യേകത എന്താ? പ്രത്യേകത ഇത് കാട്ടിൽ നിന്ന് എടുത്ത ആൾക്കാരെ ഇണക്കി വളർത്തിയതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ആ കുട്ടമ്പുഴ കുള്ളൻ എന്ന് പറഞ്ഞത്. കുട്ടമ്പുഴ ഈ ഏരിയയിലുള്ളത് മാത്രമാണ് ഈ പശുക്കൾ. കുട്ടമ്പുഴയിൽ മാത്രമേ. പിന്നെ ഇതുപോലെ നമ്മൾ ഓരോരോ ഏരിയയിൽ പറയില്ലേ, വെച്ചൂർ അല്ലെങ്കിൽ കാസർഗോഡ് കുള്ളൻ, സെയിം അതുപോലെ തന്നെയുള്ളൊരു വർഗ്ഗമാണ് നമ്മുടെ കുട്ടമ്പുഴ കുള്ളൻ. അത് അന്യം നിന്ന് പോയിക്കൊണ്ടിരുന്നതാണ്. അതിനിപ്പോൾ നമ്മൾ തനത് ബ്രീഡ്, അതായത് കുട്ടമ്പുഴയുടെ ആ ഒരു തനിമ നിലനിർത്തിക്കൊണ്ട് തന്നെ അതിനെ സംരക്ഷിക്കുകയാണ്.
ചേട്ടൻ്റെ പേര്? എൻ്റെ പേര് ബിജു. ബിജുചേട്ടനും ഇവിടുത്തെ ഒരംഗം തന്നെയാണ്, നമ്മുടെ ഫാമൊക്കെ നോക്കി നടത്തുന്നതാണ്. ഇതിൻ്റെ ഈ ഒരു കഴുത്തിലൊരു ഇത് മണിക്ക് പകരം വേറൊരു സാധനം കെട്ടിയേക്കുന്നത് അതെന്താ? അത് മണിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത് നമ്മൾ കാട്ടിലേക്ക് അടിച്ചു വിടുമ്പോൾ ദൂരെ പോയാൽ സൗണ്ട് ഇട്ടാൽ അറിയാൻ പറ്റും. രണ്ടാമത് കടുവയുടെ ശല്യമുണ്ട്. കടുവ പിടിക്കുമ്പോൾ കഴുതൽ പിടിക്കാൻ ഒരു തടസ്സം, അതിൽ സുരക്ഷിതമാണ്. അതിനുവേണ്ടിയാണ് അതങ്ങനെ ഇട്ടേക്കുന്നത്. ഇവിടെ മൃഗങ്ങളൊക്കെ വരാറുണ്ടോ? ഉണ്ട്. ആന, ചെന്നായ, കുഞ്ഞിൻ്റെ കടുവ. മിനിങ്ങാന്ന് കടുവ കണ്ടൊക്കെ നമുക്ക് പേടിയാവും. മതിച്ചിട്ട് കടുവ മതിയായ കടുവ. പിന്നെ ഇവിടെ ഫുൾ ഫെൻസിങ് ഇട്ടേക്കുവാണ്. അത് കാരണം നമുക്ക് മൃഗങ്ങൾക്കൊക്കെ സംരക്ഷണമുണ്ട്. ഫെൻസിങ് തന്നെ ഇട്ടേക്കുന്നതുകൊണ്ട് നമ്മുടെ ഉള്ളിലേക്ക് വരില്ല. ഇവിടെ വന്ന് ഇങ്ങനെ ടൂറിസ്റ്റുകൾക്കൊക്കെ വന്ന് ആസ്വദിക്കാൻ, അവർക്ക് സുരക്ഷിതത്വമുണ്ട്, ആസ്വദിക്കാൻ പറ്റുന്നവർക്ക്. അല്ലാതെ നമുക്ക് ഇവിടെ നോക്കിയാൽ ഇതൊരു ബൗണ്ടറി കാടാണ്. അപ്പോൾ അവർക്ക് കാട്ടിലുള്ള മൃഗങ്ങളെയൊക്കെ നമുക്ക് കാണാൻ, അതൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഇവിടെ വന്ന് ആസ്വദിക്കാനൊക്കെയുള്ള സൗകര്യമുണ്ട്. അപ്പോൾ സ്റ്റേ ചെയ്യാൻ ഞങ്ങൾ വലിയ ഇച്ചിരി വിപുലീകരിക്കാനുള്ള പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഹോം സ്റ്റേ ആ ഒരു രീതി ചെയ്യാൻ ഉള്ളത്. ഇതിൻ്റെ ഈ ഒരു ഫോറസ്റ്റിൻ്റെ ബൗണ്ടറി ശരിക്കും ചുറ്റും ഫെൻസിങ് ചെയ്ത് ഇവിടെ വരുന്ന ടൂറിസ്റ്റുകൾക്കൊക്കെ സുരക്ഷ ഉറപ്പാക്കിയിട്ട് തന്നെയാണ് ഇവർ ഈ ഒരു ഫാം നടത്തിക്കൊണ്ട് പോകുന്നത്. പക്ഷേ ഇലക്ട്രിക് ഫെൻസിങ്. ഇത് ചേച്ചിയുടെ മോനാണ്. പേര്? പോൾ. നിങ്ങളെപ്പോലുള്ളവർക്കൊക്കെ ഇതൊരു പുതിയൊരു അനുഭവമായിരിക്കും, ഇങ്ങനെ ഈ കാട്ടിനുള്ളിൽ വന്നിട്ട് അല്ലേ? ആണ്. മൊത്തത്തിൽ ഇപ്പോഴത്തെ യൂത്തിലാണെങ്കിലും പിള്ളേർക്കാണെങ്കിലും ഇതുപോലത്തെ എൻജോയ് ചെയ്യണത് ഭയങ്കര ഇഷ്ടമല്ലോ. അപ്പോൾ അവർക്കൊക്കെ ഇച്ചിരി യൂസ്ഫുൾ ആയിരിക്കും. എൻജോയ് ചെയ്യാം, അങ്ങനെ കറങ്ങാൻ വരാം, യൂസ്ഫുൾ ആയിരിക്കും. നല്ല ഓക്സിജൻ, നല്ല എന്താ പറയുന്നത്, നമുക്ക് ഈ പൊടിയും ഇതൊക്കെ ആയിട്ട് തിരക്കിട്ട ജീവിതത്തിൽ നിന്ന് നല്ല ഒരു ഉന്മേഷവും നല്ലൊരു എന്താ പറയുക, ഒരു ഓക്സിജൻ, നല്ല ഓക്സിജൻ കാടിൻ്റെ ശ്വസിക്കാൻ പറ്റും. ചേട്ടൻ്റെ പേര്? എൻ്റെ ഒരു കുഞ്ഞ്. ചേട്ടൻ ഈ പശുക്കളെയും കൊണ്ടൊക്കെ രാവിലെ പോവോ കാട്ടിലേക്ക്? 8 മണിയാകുമ്പോൾ പോകും. 8 മണിക്ക് പോകും. എന്നിട്ട് 11 വരും. ഇന്നിച്ച് നേരത്തെ വന്നോളൂ, നിങ്ങൾ വന്നായിരുന്നു. ഇതിൻ്റെ തീറ്റയും കാര്യങ്ങളൊക്കെ ഇവർ തന്നെ ഇങ്ങനെ അഴിച്ചു വിട്ട് പാമ്പക്കുള്ളതിന് പിന്നെ നമ്മളെപ്പോഴും കൂടുതൽ വേണം. മറ്റേ ചന്ന ചല്ല. അങ്ങനെ മൃഗങ്ങളെയൊക്കെ കാണാറുണ്ടോ കാട്ടിൽ പോകുമ്പോൾ? പശുക്കളെയും ആടുകളെയും ഒന്നും കെട്ടിയിട്ട് വളർത്തുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഈ ഒരു ഫാമിൻ്റെ പ്രത്യേകത. ഇവിടെ എല്ലാത്തിനെയും അഴിച്ച് കാട്ടിലേക്ക് വിട്ടേക്കാണ്. അത് നോക്കാൻ വേണ്ടിയിട്ട് ഇവിടെ 2 പേരുണ്ട്. ഇവർ ഇടയ്ക്ക് ഇതിൻ്റെ നേതൃത്വം നൽകുന്നവർ ഇടയ്ക്ക് വന്ന് പോകും, കാര്യങ്ങളൊക്കെ അന്വേഷിക്കും. പിന്നെ ടൂറിസ്റ്റുകളൊക്കെ ഇവിടെ വന്നിട്ട് സ്റ്റേ ചെയ്യാനുള്ള ഒരു ക്രമീകരണങ്ങൾ കൂടി സജ്ജമാക്കിക്കൊണ്ടിരിക്കുന്നു. മൃഗങ്ങളുടെ ആക്രമണം തടയുവാൻ ചുറ്റും ഫെൻസിംഗ് സംവിധാനവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. പകൽ മേയാൻ പോകുന്ന പശുക്കൾക്ക് രാത്രികാലങ്ങളിൽ സുരക്ഷയ്ക്കായി തൊഴുത്തും നിർമ്മിച്ചു. പെരിയാർ വാലി ക്യാച്ച്മെന്റ് ഏരിയ ആയതിനാൽ പൂതത്താൻകെട്ടിൽ ഷട്ടറിടുമ്പോൾ ഫാമിനോട് ചേർന്നുള്ള തോട്ടിൽ വെള്ളം വരും. ഫാം സന്ദർശിക്കുവാൻ എത്തുന്നവർക്ക് ബോട്ട് സർവീസും നടത്തുവാനുള്ള സംവിധാനവുമുണ്ട്. അടിമാലി മൂന്നാറിലേക്ക് പോകുന്നവർക്ക് വിശ്രമിക്കുവാനുള്ള ഒരു സ്ഥലം കൂടിയാണിത്. ഫാമിനോട് ചേർന്നുള്ള വീട്ടിൽ ചെറിയ ഫാമിലിക്ക് താമസിക്കുവാനുള്ള സൗകര്യം, ഭക്ഷണത്തിനുള്ള സംവിധാനവും ഇവിടെ ലഭ്യമാണ്. ചെറിയ കോട്ടേജുകൾ പണിയുവാനുള്ള സംവിധാനങ്ങളും ഒരുക്കി വരുന്നു. ഇഞ്ചത്തൊട്ടി തൂക്കുപാലത്തിനടുത്ത് സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ഫാമിലെ കാഴ്ചകൾ കാണുവാൻ നിരവധി ആളുകൾ ഇവിടേക്ക് എത്തുന്നുണ്ട്. കൂടാതെ ഇവിടെ എത്തുന്ന വിനോദസഞ്ചാരികൾക്ക് അടുത്തുള്ള അയ്യപ്പൻമുടി, നാടുകാണി, പൂതത്താൻകെട്ട്, ഇടമലയാർ, വടാട്ടുപാറ തുടങ്ങിയ മനോഹരങ്ങളായ സ്ഥലങ്ങളും സന്ദർശിക്കാം. ഇതിൻ്റെ ഒരു ചുറ്റുവട്ടത്ത് തന്നെ പൂതത്താൻകെട്ട് ഡാമുണ്ട്, അതുപോലെ തന്നെ അയ്യപ്പൻമുടി, പിന്നെ നാടുകാണി വ്യൂ പോയിന്റ്, അങ്ങനെ നിരവധി ടൂറിസ്റ്റ് പ്ലേസുകൾ സന്ദർശിക്കുവാൻ വേണ്ടിയിട്ട്, പിന്നെ മൂന്നാറിലേക്ക് പോകുന്നവർക്കെല്ലാം തന്നെ ഇവിടെ ഒന്ന് നമ്മുടെ ഈ ഒരു ഫാമിലൊന്ന് സന്ദർശിച്ചിട്ട് സ്റ്റേ ചെയ്തിട്ട് പോകുവാനുള്ള എല്ലാവിധ സജ്ജീകരണങ്ങളും തന്നെ ചെയ്തിട്ടുണ്ട്. കരിമ്പാറക്കൂട്ടങ്ങൾക്കിടയിലൂടെ ഒഴുകിയിറങ്ങുന്ന നീർച്ചാലുകളും കണ്ണിനെയും മനസ്സിനെയും ഒരുപോലെ വിസ്മയിപ്പിച്ച കാഴ്ചകളും മനസ്സിൽ സൂക്ഷിച്ച് ഗ്രാമങ്ങൾ തേടിയെന്ന യാത്ര അവസാനിപ്പിക്കുന്നു. ഫാമിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 9495257153 അല്ലെങ്കിൽ
9496495821 9821019367.